പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഹനുമാൻ തൻ്റെ ദൗത്യവുമായിട്ട് യാത്ര തുടങ്ങി. 100 യോജന കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടെത്തണമെന്ന മഹാദൗത്യം. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന തൻ്റെ കഴിവുകളെ ജാമ്പവാൻ പുറത്തേക്കെടുത്തു കൊണ്ടുവരികയും അദ്ദേഹം കടൽ ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് മുന്നിൽ മൈനാക പർവ്വതം ഉയർന്നു വന്നു. മൈനാകം ഹനുമാനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ബന്ധുവാണ്, ആയതുകൊണ്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോകൂ. അങ്ങ് ക്ഷീണിതനാണ്, കുറേ സമയമായിട്ട് അങ്ങ് ചാടിക്കൊണ്ടിരിക്കുകയാണ്, കുറേ സമയമായിട്ട് യാത്ര ചെയ്യുന്നു, ഒന്ന് വിശ്രമിച്ചിട്ട് പോകൂ. ഈ സമയത്ത് ഹനുമാൻ പറയുന്ന മറുപടി നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രസക്തമാണ്. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയും ഉദാത്തമായ പ്രയാണം തുടരുമ്പോൾ വഴിയിൽ വെച്ച് വിശ്രമിക്കുക ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ദൂരത്തെ കുറച്ചു കളയും. അല്ലെങ്കിൽ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ബുദ്ധിമുട്ടുകളെ നേരിടും, അല്ലെങ്കിൽ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിശ്രമമരുത്. നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്. ഒരു വിദ്യാർത്ഥി അവൻ A+ മേടിക്കണം 10ാം തരത്തിലെങ്കിൽ അവൻ എവിടെയെങ്കിലും വെച്ച് വിശ്രമത്തെ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ വിജയത്തെ കൈവരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയും, വിദ്യാർത്ഥീന സുഖം സുഖാർത്ഥീന വിദ്യ. വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്ക് വിദ്യയുമില്ല എന്ന്. ഇവിടെയാണ് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഹനുമാന് വിശ്രമമൊരുക്കിയിട്ടും ആ വിശ്രമത്തെ ഉപയോഗിക്കാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. തൻ്റെ ശക്തിയിൽ യാതൊരു അഹങ്കാരവുമില്ല. അങ്ങ് എനിക്കേർപ്പെടുത്തിയ ഈ സത്കാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ഭാര്യയെ, സഹധർമ്മിണിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവന്റെ ലങ്കയിൽ ചെന്നിട്ട് ദേവിയെ കണ്ടെത്തിയിട്ട് അത് വാനര സൈന്യത്തെയും സുഗ്രീവനെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാന ദൗത്യം. ആ ദൗത്യത്തിൽ ഞാൻ ഒരടി പോലും പിന്നോട്ടില്ല. അരുത് എനിക്ക് വിശ്രമം, ഇത് പറയുന്നു. അവിടെയാണ് അലസതയും സ്വന്തം കഴിവിലെ അഹങ്കാരവും. ആമയും മുയലും പന്തയം വെച്ചപ്പോൾ എന്തു സംഭവിച്ചു? നമ്മൾ പഠിച്ചൊരു കഥയാണത്. ആമയും മുയലും പന്തയം വെച്ചു. ആമയുടെ 100 ഇരട്ടി വേഗതയിൽ ഓടുവാൻ കഴിയുന്ന മുയൽ തോറ്റുപോയി. എന്തുകൊണ്ട്? തൻ്റെ കഴിവിൽ അഹങ്കരിച്ചു. തന്നെക്കാൾ എത്രയോ ദുർബലനാണ് ഈ ഓട്ടത്തിൽ ആമയെന്ന് കരുതി അങ്ങനെ ഉറങ്ങി, വിശ്രമിച്ചു, അലസനായി വിശ്രമിച്ചു. ആമ തൻ്റെ സർവശക്തിയും എടുത്തോടി. മുയൽ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവിടെ എത്തി വിജയിയായി. മുയലിനോട് ചോദിച്ചു, എന്തു പറ്റി? മുയൽ പറഞ്ഞു, ഞാൻ എൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചു, ഞാൻ നിസ്സാരനായിട്ട് കരുതി ആമയെ. പിറ്റേ ദിവസം ഒരു പ്രാവശ്യം കൂടി മുയൽ ആമയെ വെല്ലുവിളിച്ചു. മുയൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തുകൊണ്ട് ഓടി. ഇന്നലെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റാൻ പാടില്ല. അനായാസേന ആമയെ പരാജയപ്പെടുത്തി. മുയലിനോട് ചോദിച്ചു, എങ്ങനെ വിജയിച്ചു? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തു എന്ന് മാത്രമല്ല, ഇന്നലെ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഇന്ന് ആവർത്തിച്ചില്ല. ഞാൻ അലസതയും മടിയും ഇന്നലെ എനിക്കുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരെ നിസ്സാരനായിട്ട് കരുതി. ഇത് രണ്ടും ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആമയോട് ചോദിച്ചു, താങ്കൾ പരാജയപ്പെട്ടോ? ആമ പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഇന്നലെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഞാൻ 1 മണിക്കൂർ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് 50 മിനിറ്റ് എടുത്തുള്ളൂ. 10 മിനിറ്റ് ഞാൻ സേവ് ചെയ്തു. ഇന്നലെ എനിക്ക് 1 മണിക്കൂർ വേണ്ടിടത്ത് ഇന്ന് ഞാൻ 50 മിനിറ്റ് കൊണ്ട് എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശാരീരിക ശേഷിയെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ചപ്പോൾ ആദ്യം തോറ്റവൻ സ്വന്തം ശക്തിയെ തിരിച്ചറിഞ്ഞ് അലസതയെ കൈവെടിഞ്ഞപ്പോൾ വിജയിച്ചു. 3-ാം നാൾ പിന്നെയും സംഭവിച്ചു. ആമ വെല്ലുവിളിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾ നിശ്ചയിച്ചോളൂ, ഫിനിഷിംഗ് പോയിന്റ് ഞാൻ നിശ്ചയിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് രണ്ടുപേരും ഓട്ടം തുടങ്ങി. എന്നാൽ ഫിനിഷിംഗ് പോയിന്റിൻ്റെ
20 മീറ്റർ മുന്നിൽ വെച്ച് അകലെ വെച്ച് മുയൽ സ്റ്റോപ്പായി, നിന്നുപോയി. കാരണം നദിക്കക്കരയായിരുന്നു ഫിനിഷിംഗ് പോയിന്റ്. നദി കുത്തൊഴുക്കുന്നുള്ള ആ നദി കടന്നു പോകുവാൻ മുയലിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും പതുക്കെ പതുക്കെ ആമ വന്നു. ആമ നദിയിലൂടെ നീന്തി അക്കരയെത്തി ഫിനിഷ് ചെയ്തു, വിജയിച്ചു. വിജയത്തിന് പരിശ്രമം ആവശ്യമുണ്ട്, സാമർഥ്യം ആവശ്യമുണ്ട്, സ്ഥിരോത്സാഹം ആവശ്യമുണ്ട്, അലസതയെ കൈവിടണം. പക്ഷേ പരമപ്രധാനമാണ് ബുദ്ധി. ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് 3-ാം നാൾ ആമ വിജയിച്ചത് എന്നറിയണം. ഇവിടെയാണ് ഹനുമാൻ ഒട്ടും അലസതയില്ലാത്ത, ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ വിശ്രമിക്കുന്നു എന്ന് ചോദിച്ച അതിഥിയോട് എനിക്ക് നൽകിയ ഈ ഒരു സൗകര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ യാത്ര തുടർന്ന് ലക്ഷ്യത്തിലെത്തിയ ആ ഹനുമാൻ നമുക്ക് മാതൃക തന്നെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.